കഅബയുടെ കിഴക്കേ മൂലയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വർഗ്ഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പുണ്യമായ ഒരു കല്ലാണ് ഹജറുൽ അസ്വദ്, കറുത്ത കല്ല്. സ്വർഗ്ഗത്തിൽ നിന്നും കൊണ്ടുവരുമ്പോൾ പാലിനേക്കാൾ വെളുത്തതും മിനുസമുള്ളതും ആയിരുന്ന ഇത് മനുഷ്യരുടെ പാപങ്ങൾ കാരണം കറുത്തതായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ജിബ്രീൽ എന്ന മലക്കുവഴി രക്ഷിതാവ് എത്തിച്ചു കൊടുത്തതാണിത്. ഇബ്രാഹിം നബിയെ കഅബ നിർമ്മിക്കുമ്പോൾ കഅബയുടെ ഒരു മൂലയിൽ ഭദ്രമായി അത് സൂക്ഷിച്ചുവെച്ചു. പുണ്യ നബിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിനും 5 വർഷങ്ങൾക്ക് മുമ്പേ പുതുക്കി പണിതപ്പോൾ ഈ കല്ല് വെക്കുന്നതിനെ പറ്റി തർക്കമുണ്ടായി. അങ്ങനെ അറബികൾ ഈ പള്ളിയിലേക്ക് ഇന്ന് ആദ്യം വരുന്ന ആൾ പറയുന്നത് നമുക്ക് അനുസരിക്കാം എന്ന് അവർ കൂടി തീരുമാനിച്ചു. അങ്ങനെ അവർ നോക്കിയിരിക്കുമ്പോൾ ആദ്യമായി പള്ളിയിലേക്ക് വന്നത് മുഹമ്മദ് നബിയായിരുന്നു. അന്ന് എല്ലാവരാലും സത്യസന്ധനായി അറിയപ്പെടുന്ന മുഹമ്മദ് നബിക്ക് തീരുമാനം വിട്ടുകൊടുത്തു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന സ്ഥലത്ത് നബിയുടെ സ്വന്തം കൈകളാൽ അതിനെ പ്രതിഷ്ഠിച്ചത്. ഹജറുൽ അസ്വദ് ചുംബിച്ചവർക്ക് അസുഖങ്ങൾ സുഖമാകുമെന്ന് കരുതപ്പെടുന്നു. ഇത് ഇപ്പോൾ ഒരു വലിയ കല്ലല്ല, മറിച്ച് പല കഷ്ണങ്ങളായി പൊട്ടി വെള്ളി ഫ്രെയിമിൽ ചേർത്തു വെച്ചിരിക്കുന്ന ഒരു ശിലാരൂപമാണ്. അവസാന നാളിൽ, അന്ത്യദിനത്തിൽ, ഈ കല്ലിന് 2 കണ്ണുകളും നാവും ഉണ്ടാകുമെന്നും അതിനെ ചുംബിച്ചവർക്ക് വേണ്ടി സാക്ഷി പറയുമെന്നും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിംകളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ മക്കയിലെ കഅബയുടെ ഒരു പുറം മൂലയിൽ സ്ഥാപിച്ച കല്ലാണ് ഹജറുൽ അസ്വദ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ ഈ കല്ലും ഇറങ്ങിയെന്നാണ് ഒരു വിഭാഗം അഭിപ്രായം. ആദം നബി സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്റെ കണ്ണീർ തുടക്കുവാൻ ആയി ആ കല്ലിനെയും കയ്യിൽ കരുതി എന്ന് പറയപ്പെടുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം കല്ല് ആദം നബി കഅബയിൽ സ്ഥാപിച്ചു. പിന്നീട് നൂഹ് നബിയുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കഅബയുടെ അടിത്തറ മാത്രം ബാക്കിയാക്കി എല്ലാം അല്ലാഹു ഉയർത്തുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഹജറുൽ അസ്വദും ഉയർത്തി. പിന്നീട് ഇബ്രാഹിം നബിക്ക് കഅബാലയം പുതുക്കിപ്പണിയുമ്പോൾ ജിബ്രീൽ എന്ന മലക്ക് അത് നൽകിയെന്ന് കരുതപ്പെടുന്നു. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ നമുക്ക് എല്ലാവർക്കും റബ്ബ് അനുഗ്രഹം നൽകട്ടെ. ആമീൻ.